മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ചെറിയ കാര്യം പറയാനാണ്. ഈ ദേവപ്രശ്നം വെക്കുന്നതിനെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതിനെക്കുറിച്ച് പണ്ട് ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ ഷർട്ട് ഊരി പോകുന്നതാണ് നല്ലത്, എനർജൈസേഷന് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലം മാറുമ്പോൾ ആധുനിക ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറേ മാറ്റം എല്ലായിടത്തും വരുത്തണ്ടേ. അമ്പലങ്ങളിൽ പണ്ട് ഇലക്ട്രിക് ബൾബില്ല, ഇപ്പം ഉണ്ട്. അമ്പലങ്ങളിൽ പണ്ട് ഗ്യാസ് ഉപയോഗിക്കാറില്ല, ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അമ്പലങ്ങളിൽ പണ്ട് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാറില്ല, പിച്ചളയും ഓടും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ഇപ്പോൾ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാറുണ്ട്. അമ്പലങ്ങളിൽ പണ്ട് ഇല കൊടുത്ത് ഇലയിലാണ് അന്നദാനം കൊടുക്കുക, ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇലയുണ്ട്. അമ്പലങ്ങളിൽ തന്ത്രി മുറിക്കാത്ത മുണ്ട് കൊടുക്കണം എന്നാണ് പറയുക, ഇപ്പം മുറിച്ച മുണ്ടേ കിട്ടുള്ളൂ. അമ്പലത്തിൽ പണ്ട് തന്ത്രിമാരും പൂജാരിമാരും കുളത്തിൽ കുളിച്ച് വരണം എന്നാണ് കേരളത്തിലെ ആചാരം. ആചാരമല്ല, കീഴ്വഴക്കം. ഇപ്പോൾ ബാത്റൂമിലാണ് കുളിക്കുക. അപ്പോൾ അടിമുടി നമ്മൾ മാറിയിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാവണ്ടേ ഈ ആണുങ്ങളെ പുരുഷന്മാർ അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരണമെന്ന്? ശബരിമലയിൽ ഷർട്ട് ഊരണ്ട, കേരളത്തിന് പുറത്തുള്ള 99.999% അമ്പലങ്ങളിലും ഷർട്ട് ഊരണ്ട. അപ്പൊ കേരളത്തിലെ ചില അമ്പലങ്ങൾ, ഇപ്പോൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഷർട്ട് ഊരേണ്ട ആവശ്യമില്ല. പല അമ്പലങ്ങളിലും പോകുമ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഇപ്പോൾ ഷർട്ട് ഊരണ്ട. അതൊക്കെ ഒരു തരത്തില് നല്ലതല്ലേ? പണ്ട് ഞാൻ മറിച്ച് പറഞ്ഞിരുന്നു. വീണ്ടും ചിന്തിച്ചപ്പോൾ ഞാൻ ചോറ്റാനിക്കരയിൽ തൊഴാൻ പോയപ്പോൾ ക്യൂവിൽ നിന്നൊരു തള്ളു വന്നപ്പോഴത്തേക്ക് ഷർട്ട് ഊരിക്കൊണ്ടാണ് എൻ്റെ നെഞ്ച് ചെന്ന് വീണത്. മുമ്പിലുള്ള ആളുടെ പുറകിലാണ്. അയാളുടെ പുറകിൽ നിറച്ച് ചൊറിയായിരുന്നു. ആദ്യം ശ്രദ്ധിച്ചില്ല, പക്ഷെ എൻ്റെ നേത്ത് മുഴുവൻ ആ ചൊറിയിലെ പാർട്ട് വന്നു. എനിക്കിങ്ങനെ തിന്മ സംഭവിച്ചപ്പോൾ ഞാൻ മാറി ചിന്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലാതെ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഹിന്ദു ധർമ്മം ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വതഃ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ എല്ലായിടത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ നമ്മൾ. പണ്ട് അമ്പലങ്ങളിൽ വാഹനങ്ങൾ കയറ്റില്ല, ഇപ്പം അമ്പലങ്ങൾക്കകത്ത് ധാരാളം പേര് സ്കൂട്ടറും വാഹനങ്ങൾ കയറ്റുന്നുണ്ട്. പണ്ട് അമ്പലങ്ങൾക്കകത്ത് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ചെരുപ്പ് കയറ്റില്ല. ഇപ്പം മിനിഞ്ഞാന്ന് പോയ പ്രഭാഷണത്തിലും അവിടെ ഇവിടെയൊക്കെ അമ്പലത്തിനകത്ത് ചെരുപ്പിട്ട് വന്നവരുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞതല്ല, മാറ്റത്തിന് വിധേയമാകുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ അമ്പലങ്ങളിൽ ഈ ഷർട്ടൂരി ആണുങ്ങൾ വരണമെന്ന് പറയുന്നതിന് ഒരു മാറ്റം വരണം. നല്ല ഷർട്ട് നല്ല മുണ്ടിട്ടുകൊണ്ട് തന്നെ വേണം. ഞാനത് വാദിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സാമ്പിൾ പറയാനല്ല, ഒരു എക്സാമ്പിൾ പറയാം. നല്ല തടിയുള്ള ഒരു വ്യക്തി അമ്പലത്തിലേക്ക് വന്നു വിചാരിക്കാം, അല്ലെങ്കിൽ കുടവയറുള്ള വ്യക്തി വന്നു വിചാരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ ധാരാളം രോമമുള്ള ഒരു വ്യക്തി അമ്പലത്തിലേക്ക് വന്നു വിചാരിക്കാം. അയാൾക്ക് അകത്ത് കയറി തൊഴണം. അയാൾ ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അയാൾ ബോഡി കോൺഷ്യസ് ആവും. അമ്പലത്തിലേക്ക് വരുന്നത് വരെ ഗോഡ് കോൺഷ്യസ് ആയിരുന്ന മനുഷ്യൻ അമ്പലത്തിൽ പോകണം, തൊഴണം, വഴിപാട് കൊടുക്കണം, നമുക്ക് ഇത്ര തന്നെ കാര്യങ്ങൾ അമ്പലത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് ഷർട്ട് ഊരുന്ന സമയത്ത്, അകത്തേക്ക് കയറാനായിട്ട് പോകുന്ന സമയത്ത് അയാൾ ഗോഡ് കോൺഷ്യസ് ആവേണ്ട മനുഷ്യൻ ബോഡി കോൺഷ്യസ് ആവും. ഈ സ്ത്രീകളുടെ മുമ്പിൽ കൂടിയാണ് ഷർട്ട് ഇടാതെ പോകുന്നത്. അപ്പൊ ഈ സ്ത്രീകളുടെ മുമ്പിൽ കൂടെ ഷർട്ട് ഇടാതെ പോകുമ്പോൾ ഏതൊരു മനുഷ്യനും, അത് പുരുഷന്റെ ശരീരത്തെ നോക്കിയെന്ന് വരും, സ്ത്രീ പുരുഷന്റെ ശരീരത്തെ നോക്കിയെന്ന് വരും. മറിച്ച് സംഭവിച്ചാൽ സ്ത്രീകള് ബ്ലൗസ് ഇടാതെ വന്നു വിചാരിക്കുക, ബ്ലൗസ് ഇട്ട് വന്നാൽ പോലും ധാരാളം പേര് നല്ല ഭംഗിയുള്ള സ്ത്രീകളെ ആണെങ്കിൽ സ്ത്രീകളുടെ മുഖത്തേക്കും അല്ലാത്ത സ്ഥലത്തേക്കും നോക്കും. അത് മനുഷ്യ സഹജമാണ്, ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ ഈ കുടവയറും തടിച്ച ശരീരവും രോമമുള്ള ശരീരമൊക്കെ ഉള്ള ഒരാളകത്തേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അങ്ങോട്ട് പോകും എന്ന് ആ ശരീരത്തിന്റെ ഉടമസ്ഥൻ ധരിക്കും, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പം അയാൾ ഷർട്ട് ഇട്ടാണ് പോയതെന്ന് വിചാരിക്കാം, എന്ത് ഭംഗിയായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല ക്ലീൻ അലക്കി തേച്ച ഷർട്ട് അല്ലെങ്കിൽ അലക്കിയ ഷർട്ട് ഇട്ടുകൊണ്ട് തൊഴുത് പുറത്തേക്ക് വരുമ്പോൾ എവിടെയാ ഭക്തി കുറയുക? ആചാരം എന്ന വാക്കിനകത്ത് ഷർട്ട് ഇടരുത് എന്നുള്ളതില്ല.
കീഴ്വഴക്കത്തിലാണ് അതുള്ളത്. കീഴ്വഴക്കം ആചാരമല്ല, കീഴ്വഴക്കം ആചാരമല്ല. കീഴ്വഴക്കം പണ്ടുള്ളവർ ചെയ്തു വന്നു, ഞങ്ങളത് ചെയ്തു. കീഴ്വഴക്കത്തിനെ ആചാരമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് RSSകാരുടെ അമ്പലങ്ങൾ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അമ്പലങ്ങൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അമ്പലങ്ങൾ, NSSൻ്റെ അമ്പലങ്ങൾ, SNDPയുടെ അമ്പലങ്ങൾ, ഹിന്ദുക്കൾക്ക് നല്ല സ്വാധീനമുള്ള ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ, ഇവിടെയൊക്കെ സാവധാനത്തിൽ മാറ്റം വരുത്താം. കോട്ടയ്ക്കൽ ഞാനൊരു അമ്പലത്തിൽ പോയിരുന്നു. ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു അതിൻ്റെ ഗോപുരമൊക്കെ. അറിയാതെ ഷർട്ട് ഇട്ടുകൊണ്ട് ചുറ്റുമതിലിനകത്ത് കയറിയപ്പോൾ തന്നെ കുറേ പേര് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഷർട്ട് ഇട്ടുകൊണ്ട് ഈ അമ്പലത്തിനകത്ത് കയറരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്പലത്തിനകത്തല്ലല്ലോ കയറിയത്, ചുറ്റുമതിലിനകത്തും കയറാൻ പാടില്ല. പക്ഷെ ധാരാളം പേര് അവിടെ ആ അമ്പലത്തിൽ കുളിച്ച് തൊഴാൻ വരുന്നവരുടെയൊക്കെ പറയാൻ പാടില്ലാത്തൊരു വരിയാണ്, ഇത് താനെന്തിനാ ശ്രദ്ധിച്ചെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചു എന്ന് വരാം. ചോദിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇത് പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. തോർത്തമുണ്ട് കൊടുത്തുകൊണ്ട് പുറകിലും മുമ്പിലും കോണകം മുഴുവനും കാണാം. എന്ത് വൃത്തികേടാന്ന് നോക്കുക. ഈ 21ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 200 വർഷം മുമ്പ് ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന കാലത്തെ അല്ല പറയുന്നത്. എന്ത് വികൃതാണ്. ഒരു തോർത്തം കൊണ്ടുകൊടുത്ത കോണകവും പുറത്ത് കാണിച്ചുകൊണ്ട് സ്ത്രീകൾ തൊഴാൻ വരുന്ന സ്ഥാനത്ത്, ഇപ്പൊ സ്ത്രീകൾ വന്നില്ലെങ്കിൽ തന്നെ എന്താ പുരുഷന്മാരെ കാണിക്കണോ ഈ കോണകം? അങ്ങനെ ഒരിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അമ്പലം ഈ ഗോപുരവും മറ്റും ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കാൻ കാരണം മനുഷ്യർക്ക് അകത്ത് കയറാൻ പറ്റില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അത് നശിക്കാൻ കാരണം ഇതുമാതിരിയുള്ള ചില വികൃതമായിട്ടുള്ള ആചാരങ്ങളുടെ പേരിലുള്ള കീഴ്വഴക്കാണ്. ആ ഷർട്ട് ഇട്ടിട്ടാ കയറിയാന്ന് വിചാരിക്കാം, വിയർപ്പിന്റെ ഗന്ധം പുറത്തേക്ക് വരില്ല, വിയർപ്പ് പുറത്തേക്ക് വരില്ല, വേറൊരാളുടെ ശരീരം നമ്മുടെ ശരീരമായിട്ട് തൊടില്ല, അയാളുടെ ശരീരത്തിലുള്ള ചുണങ്ങോ ചൊറിയോ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കില്ല. ഷർട്ട് ഒന്ന് അലക്കിയാൽ മതി. എത്ര മെറിറ്റാ ഉള്ളത്, എത്ര പോസിറ്റീവാ ഉള്ളത് ഷർട്ട് ഇട്ട് കയറുന്നതോ. ഇനി നെഗറ്റീവ് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ എന്താ ഉണ്ടാവാൻ സാധ്യതയുള്ള എനർജിയുടെ അളവ് കുറയും. അത് സ്ത്രീകൾക്ക് കുറയില്ലേ, അവർ ബ്ലൗസ് ഇട്ടുണ്ടല്ലേ കയറുന്നേ. അപ്പോ കുറേ കൂടി നമ്മൾ തിന്മകൾ കുറഞ്ഞ് നന്മകൾ കൂടുതലുള്ളത് സ്വീകരിക്കാം. എല്ലാത്തിലും നന്മയും തിന്മയുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നന്മ തിന്മകളില്ലേ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നന്മ തിന്മകളില്ലേ, ബസ്സിൽ യാത്ര ചെയ്യുന്നതിൽ നന്മ തിന്മകളില്ലേ, അതുപോലെ തന്നെ സ്കൂട്ടർ വണ്ടി മേടിച്ചിട്ട് ഓടിക്കുന്നതിൽ നന്മ തിന്മകളില്ലേ, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ നന്മ തിന്മകളില്ലേ, ഒരു കടയിൽ ചെന്നിട്ട് സാരി മേടിക്കുന്നതിനകത്ത് അതിൽ തന്നെ നല്ല സാരിയും ചീത്ത സാരിയും കൂടി മിക്സ് ചെയ്ത് വരില്ലേ, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിൽ നന്മ തിന്മകളില്ലേ, TV പ്രോഗ്രാം കാണുന്നതിൽ നന്മ തിന്മകളില്ലേ, എല്ലാത്തിനും ഉണ്ടല്ലോ. പിന്നെ കുറവ് നന്മ, കൂടുതൽ നന്മ, ഇതിലേത് വേണം? അപ്പോൾ നന്മകൾ കൂടുതലുള്ളതും തിന്മകൾ കുറവുള്ളതും അത് സെലക്ട് ചെയ്യലാണ് ഇന്നത്തെ ലോകത്തെ ഓപ്ഷൻ. ഇന്നത്തെ ലോകത്ത് ഏത് കോളേജിൽ പഠിക്കുമ്പോഴും അത് ഗുണമുണ്ട് ദോഷമുണ്ട്. ഏത് സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രൈവറ്റ് സ്കൂളിൽ ഗുണങ്ങളുണ്ട്, അതിൻ്റെ ദോഷങ്ങളുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ ഗുണങ്ങളുണ്ട്, അതിൻ്റെ ദോഷങ്ങളുണ്ട്. KSRTCക്ക് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. പ്രൈവറ്റ് ബസ്സിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അതുമാതിരി ഷർട്ട് ഇട്ട് കയറുന്നതിന് ഗുണങ്ങളുണ്ടാവാം, ഷർട്ട് ഇടാതെ കയറുന്നതിന് ഗുണങ്ങളുണ്ടാവാം. ദോഷമുണ്ട്, ഗുണങ്ങളുമുണ്ട്. ഇതിൽ ഷർട്ട് ഇട്ട് കയറുമ്പോൾ ഉള്ള ഗുണങ്ങൾ ധാരാളം കൂടുതലാണ്. ഇത് RSSകാരും NSSകാരും SNDPക്കാരും വിശ്വ ഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയും അതൊരു വലിയ ധന്യമായിട്ടുള്ള യജ്ഞമായിട്ടെടുത്ത് അടുത്തൊരു വർഷത്തിനകം കുറേ മാറ്റങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കട്ടെ. ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് കയറരുത് എന്നുള്ള ബോർഡ് മാറ്റിയാൽ മതി. നിങ്ങൾ ഇഷ്ടമാതിരി കയറിക്കൊള്ളാം. നമ്മളുടെ അമ്പലമുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പഴയ ഒരു അമ്പലമുണ്ട്. നമ്മളിതൊന്നും എഴുതിയിട്ടില്ല. ഷർട്ട് ഇട്ട് കയറുന്നവരുണ്ട്, ഷർട്ട് ഇടാതെ കയറുന്നവരുണ്ട്, പാൻറ് ഇട്ട് കയറുന്നവരുണ്ട്, പാൻറ് ഇടാതെ കയറുന്നവരുണ്ട്. അടുത്തുള്ള എരനെല്ലൂർ പള്ളിയിൽ അച്ഛൻ ലോഹ ഇട്ട് കയറാറുണ്ട്. ധാരാളം മുസ്ലിങ്ങൾ പർദ്ദ ഇട്ട് കയറാറുണ്ട്. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നീറ്റ് പരീക്ഷ നടത്തിയത് നമ്മുടെ സ്കൂളിലാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്കൂളിലാണ്. 240 കുട്ടികളുണ്ടായിരുന്നു. ധാരാളം മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു. മലപ്പുറത്തെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. ആ മലപ്പുറത്തെ കുട്ടികളുടെ അമ്മമാരിൽ ഭൂരിഭാഗവും പർദ്ദയിട്ടുണ്ടാണ് വന്നത്. മുസ്ലിം കുട്ടികളുടെ അമ്മമാരിൽ ഭൂരിഭാഗം, എല്ലാമല്ല, അവരെല്ലാം അമ്പലത്തിനകത്ത് പർദ്ദയിട്ടുണ്ടാണ് കയറിയത്. അവരെല്ലാം നിന്ന് തൊഴുന്നതും കണ്ടു. അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ അകത്തേക്ക് കയറാൻ അവസരം കൊടുത്താൽ ഹിന്ദു ധർമ്മത്തിന് അത് വലിയ പോസിറ്റീവ് അല്ലേ ഇത്? അപ്പോ മറ്റു മതസ്ഥരെയും, ഇവിടെ നിന്ന് ആരും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരോ യെരുശലേമിൽ നിന്ന് വന്നവരോ ഒന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താ, അവർക്കും ഈശ്വരന്റെ മുമ്പിൽ അഹം ബ്രഹ്മാസ്മി തത്വമസി, അതേത്
ചിന്താധാരയ്ക്കും യോജിച്ചതല്ലേത്. ഇന്ന് പഞ്ചശുദ്ധിയോടുകൂടി ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി എല്ലാവരെയും അമ്പലത്തിൽ കയറ്റണം. ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ അനുവദിക്കണം. ആ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്തേക്ക്. അവർ ചെയ്തോളും. വേണമെന്നുള്ളവർ ഷർട്ട് ഊരട്ടെ, വേണ്ടാന്നുള്ളവർ ഊരണ്ട. അങ്ങനെ ഒരു മാറ്റം ഇന്ന് മുതൽക്ക് നമ്മുടെ സ്കൂളുകളിൽ നടക്കട്ടെ, അല്ല നമ്മുടെ അമ്പലങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.